സാമ്പത്തിക കുറ്റങ്ങൾ ഒഴിച്ചുള്ള 15 ഇനം കുറ്റകൃത്യങ്ങളെ തരംതിരിച്ച് അവ കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി പരീക്ഷണ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുകയും പിന്നീട് എമിറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ ഷാർജ പോലീസ് പുതിയ കർമ്മ പദ്ധതി രൂപീകരിച്ചു. UAE മാധ്യമപ്രവർത്തകർക്കായി ഷാർജ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ സംഘടിപ്പിച്ച രണ്ടാമത് മീഡിയ ഫോറത്തിലാണ് ഷാർജ സുരക്ഷിത നഗരം എന്ന് പേരിട്ടുള്ള കർമ്മ പദ്ധതിയുടെ വിശദാംശങ്ങൾ ഷാർജ പോലീസ് മേധാവി ബ്രിഗേഡിയർ ജനറൽ സെയ്ഫ് അൽ സാരി അൽ ഷംസി വ്യക്തമാക്കിയത്. ഗതാഗത നിയമലംഘനങ്ങൾ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളും റോഡ് അപകടങ്ങളും കൂടുതലായി കാണപ്പെടുന്ന മേഖലയിലാണ് പുതിയ കർമ്മ പദ്ധതി നടപ്പിലാക്കുന്നത്. നിലവിൽ തത്സമയ ചിത്രീകരണം നടത്തുന്ന പോലീസിന്റെ കൺട്രോൾ റൂമുമായി ബന്ധിക്കപ്പെട്ട 182 വീഡിയോ ക്യാമറകളാണ് ഷാർജയുടെ വിവിധ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. എന്നാൽ റമദാൻ കാലത്ത് ഇത് 250 ആയും 30 മൊബൈൽ ക്യാമറകൾ കൂടി പുതുതായി സ്ഥാപിക്കാൻ പദ്ധതിയുള്ളതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പോലീസ് പട്രോളിംഗിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ അത്യാധുനിക ക്യാമറകൾ ഘടിപ്പിക്കുന്നതോടൊപ്പം അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ സൈക്കിളുകളും മോട്ടോർ ബൈക്കുകളും പോലീസ് സജ്ജമാക്കും. അത്യാഹിത സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ നിലവിൽ 10 മിനിറ്റ് എന്ന സമയപരിധി 2021 ആകുമ്പോഴേക്കും 4 മിനിറ്റ് ആക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സൈക്കിളുകളും ബൈക്കുകളും സ്വന്തമാക്കുന്നത്. അത്യാഹിതമുണ്ടായാൽ സാവധാന നടപടി ആവശ്യമുള്ള ഘട്ടങ്ങളിൽ പോലീസിന്റെ 901 എന്ന ടോൾ ഫ്രീ നമ്പറും അടിയന്തര സഹായമാണെങ്കിൽ 999 എന്ന നമ്പറും ഉപയോഗിക്കാവുന്നതാണ്. അനധികൃത ഇടങ്ങളിൽ കാൽനട യാത്രക്കാർ റോഡ് മുറിച്ച് കടക്കുന്നതിനെ പോലീസ് നടപടികൾ ഇതിനോടകം തന്നെ ശക്തമാക്കിയിട്ടുണ്ട്. ഏഷ്യക്കാരാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ മുന്നിലുള്ളത് എന്നും ഇതിനെതിരെ വിവിധ ഭാഷകളിൽ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തുമെന്നും 2016 റോഡ് അപകടങ്ങളിലെ മരണനിരക്ക് 1 ലക്ഷം പേർക്ക് 10ലേറെ എന്ന ശരാശരി 2021 3 കുറക്കാനാണ് ശ്രമമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. കുറ്റകൃത്യങ്ങൾ കൂടുതലായി കണ്ടുവരുന്ന മേഖലകളെ കേന്ദ്രീകരിച്ച് താമസക്കാർക്കിടയിൽ പ്രത്യേകിച്ച് ബോധവൽക്കരണവും ശക്തമായ പട്രോളിംഗ് തുടങ്ങി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതാണ്. ഇതിനായി പൊതുജനങ്ങളുടെ സഹായ സഹകരണം തീർച്ചയായും ആവശ്യമാണ് എന്ന് ഷാർജ പോലീസ് ഡെപ്യൂട്ടി ജനറൽ ബ്രിഗേഡിയർ അബ്ദുള്ള മുബാറക് ബിൻ ആമിർ കൂട്ടിച്ചേർത്തു. ഷാർജയിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ ഷാർജ പോലീസ് ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ മുഹമ്മദ് റാഷിദ് ബയ്യാദ്, മീഡിയ വിഭാഗം ഡയറക്ടർ കേണൽ ആരിഫ് ഹസൻ ബിൻ ഹുമൈദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. Big 14 Middle East, Sharjah.